കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഒരു സമനില ആഴ്ചയായിരുന്നു. അതിനൊരു എൻഡ് FC ഗോവ കൊടുത്തതാണ് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരം വിജയിച്ചുകൊണ്ട്. എന്നാൽ വീണ്ടും ഇതാ ഒരു സമനില ട്രാക്കിലേക്ക് എത്തുന്നു എന്നുള്ളത് പറയാം. മോഹൻ ബഗാനും ചെന്നൈയിൻ FCയും തമ്മിൽ നടന്ന പോരാട്ടം, ചെന്നൈയിൽ വെച്ച് നടന്ന പോരാട്ടം ഒരു 0-0 ഡ്രോ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഡ്രോ സംഭവിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഷീൽഡ് റേസിലുള്ള FC ഗോവയും ബംഗളൂരു FCയും ജംഷഡ്പൂർ FCയും തുടങ്ങിയിട്ടുള്ള ടീമുകളൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം തുടർച്ചയായിട്ടുള്ള 2 മത്സരങ്ങളിലാണ് ഇപ്പം മോഹൻ ബഗാൻ ഒരു ഡ്രോ അടിച്ച് നിൽക്കുന്നത് എന്നുള്ള സാഹചര്യമാണ്. ചെന്നൈയിൻ FCക്കും ഈ ഒരു ഡ്രോ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അവരിപ്പോൾ പോയിൻ്റ് ടേബിൾ 10ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ അവർക്ക് 18 മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 17 പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയൊരു നമ്പർ അല്ല. ഇനിയിപ്പം ഓരോ മത്സരത്തിലെ 3 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് അവർക്ക് ടോപ്പ് 6ലേക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ. അപ്പം അതൊരു കഠിനമായിട്ടുള്ള കാര്യം തന്നെയായിട്ട് മാറും. എന്താണെങ്കിലും ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഒരു ഗോൾ രഹിത സമനില എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു മൂകമാണ്. ഹാപ്പനിങ്സ് വളരെ കുറവായിട്ടുള്ളൊരു മത്സരമാണല്ലോ. അപ്പം ആ നിലയ്ക്ക് ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും മോഹൻ ബഗാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു 11 ഈ ഒരു മത്സരത്തിൽ കളിപ്പിച്ചത് എന്നുള്ളതാണ്. അതായത് പ്യുവർ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ കളിച്ചത് ഇന്ത്യൻ താരമായിട്ടുള്ള സുഹേൽ ഭട്ടായിരുന്നു. അതുപോലെ കമ്മിൻസിനെയും മക്ലാറിനെയും ബെഞ്ച് ചെയ്തിട്ട് സ്റ്റുവർട്ടിനെയും അതുപോലെ പെട്രട്ടോസിനെയുമാണ് കളിപ്പിച്ചത് എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു പാറ്റേൺ. ഇപ്പം അഭിഷേക് സൂര്യവംശി വന്നു. എന്നാൽ ഇനി നമുക്ക് ചെന്നൈയിൻ FCയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാകട്ടെ, ചെന്നൈയിൻ FC പ്രീതം കൊട്ടാൽ ഈ ഒരു മത്സരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രീതം കൊട്ടാൽ ഈ ഒരു മത്സരത്തിൽ ഒരു റൈറ്റ് ഫുൾ ബാക്ക് ആയിട്ടാണ് കളിച്ചത്. സോ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഇന്നത്തെ മത്സരത്തിൽ പ്രീതം കൊട്ടാൽ കളിച്ചു. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ FCയുടെ ഒരു ഡിഫൻസ് ഒരു സ്റ്റേബിൾ ആയിട്ടാണ് എനിക്ക് ഇന്നത്തെ മത്സരത്തിൽ തോന്നിയത്. കൊട്ടാൽ സാധാരണഗതിയിൽ ഇപ്പം അറ്റാക്ക് ചെയ്ത് വരുന്നു, ട്രാക്ക് ബാക്ക് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ ആണുള്ളത്. പക്ഷേ ഇന്ന് കൊടുത്തിരുന്ന ഡ്യൂട്ടി കുറച്ചൊരു ഡിഫൻസീവായിട്ട് കളിക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ ഒരു വിങ് ബാക്ക് അല്ലാണ്ട് ഒരു ഫുൾ ബാക്ക് ആയിട്ട് തന്നെ കളിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ പോലെയുള്ള ഒരു ടീമിനെതിരെ അവർക്ക് കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ പ്രീതം കൊട്ടാലിനൊരു നല്ല ഡേ ആയിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ നല്ല ചാൻസസ്, ഒരു ഗോളിലേക്ക് എത്താൻ പറ്റിയ നല്ല ചാൻസസ് ഈ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കോർണർ ഷീൽഡ്സ് കൊടുത്തിട്ടുള്ളൊരു പാസ്, അതൊരു ബ്രില്യൻ മൂവായിരുന്നു. ഒരു കിടിലൻ ഫസ്റ്റ് ടച്ച് ജോർദൻ എടുത്ത് ടേൺ ചെയ്തു. പക്ഷേ അത് ഒരു ടാർഗറ്റിലേക്ക് ഉതിർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ജോർദന് വീണ്ടും അവസരങ്ങളൊക്കെ കിട്ടിയിരുന്നു. കോർണർ ഷീൽഡ്സ്, വാട്ട് എ പെർഫോമൻസ്, വാട്ട് എ പ്ലെയർ, എന്തൊരു കോൺട്രിബ്യൂഷനാണ് ചെന്നൈയിൻ FCക്ക് നടത്തുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു മത്സരത്തിൽ നമ്പേഴ്സ് ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടിയ ചാൻസസിലൊക്കെ അല്ലെങ്കിൽ ഒരു അവസാന നിമിഷം പോലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോർണർ ഷീൽഡ്സ് വേറെ ലെവലാണ്. അദ്ദേഹം കളിക്കളത്തിൻ്റെ എവിടെ വേണേലും കാണും, അത്രയും അധ്വാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ നമുക്കറിയാമല്ലോ ISL തന്നെ ഇപ്പം മോസ്റ്റ് നമ്പർ ഓഫ് അസിസ്റ്റ് എന്ന ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലെയറാണ് കോർണർ. ചെന്നൈയിൻ FC ആകെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റും അതുപോലെ മോഹൻ ബഗാൻ 2 ഷോട്ട് ഓൺ ടാർഗറ്റും അങ്ങനെയൊക്കെ ഈ ഒരു മത്സരത്തിൽ വന്നിട്ടുള്ളൂ. 2 ടീമുകളും ഡിഫെൻസീവ്ലി അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് മോഹൻ ബഗാൻ നമുക്കറിയാം ഒരു ലീഗിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഉള്ളൊരു ടീം തന്നെയാണ് അവർ എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ചെന്നൈക്ക് ഡിഫൻസീവിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇന്നത്തെ മത്സരത്തിൽ അത് അവർ സ്റ്റേബിളായിട്ട് നിന്നു എന്നുള്ളതും ആണ് ഈ ഒരു മത്സരത്തെ പറ്റിയൊക്കെ പറയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു മത്സരത്തെ കുറിച്ച് എന്നുള്ളത് കമ്പോസ് ചെയ്യാൻ പറ്റിയ സൈനിങ് ഓഫ്.